പായസങ്ങളുടെ രാജാവ് അടപ്രഥമൻ വളരെ എളുപ്പത്തിൽ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഇപ്പോൾ കഴിക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീഡിയോ പായസങ്ങളുടെ രാജാവ് അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ കാണാം. അടപ്രഥമൻ ഉണ്ടാക്കാൻ പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര പാനി, ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നമുക്ക് ഉരുക്കി പാനി ഉണ്ടാക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കുക്കറിൽ വേവിച്ച് വെച്ച അടയാണ്. ഇത് വളരെ തീരെ ചെറിയ സൈസുള്ള അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുക്കറിൽ ഒരു വിസിൽ വരെയും വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന അട നമുക്ക് ചേർത്ത് കൊടുക്കാം. അടയും ശർക്കര പാനിയും അതിന്റെ വെള്ളം ശരിക്കും വറ്റുന്നവരെയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. പാനി പരുവത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള പൊടികളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്, 4-5 ഏലക്ക, ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ അത് ശരിക്കും നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കരയിൽ കിടന്നിട്ട് ശർക്കര പാനിയിൽ കിടന്ന് അടയെല്ലാം നല്ലതുപോലെ വെന്ത് മധുരമെല്ലാം അടയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ശർക്കര പാനിയിലെ വെള്ളം മുഴുവനും വറ്റിച്ചെടുത്തു നമ്മൾ. ഇപ്പോൾ അതിലെ അടയെല്ലാം ശരിക്കും ശർക്കര പാനിയിൽ കിടന്ന് വെന്ത് ആ മധുരം മുഴുവനും അതിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ 2ാം പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. അത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങയുടെ 2ാം പാലും ചേർത്തത് ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും ചുക്കും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഈ വെള്ളം വറ്റിച്ചെടുക്കണം. 2ാം പാലും വറ്റിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ സമയത്ത്. പിന്നെ നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1.5 തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. ഒന്നാം പാല് ശരിക്കും ചൂടായി തുടങ്ങി, നന്നായിട്ട് വെന്തു ഇതായിട്ടുണ്ട്. നമുക്ക് തിളയ്ക്കാൻ നിൽക്കണ്ട, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ വറുത്തിടാം. ഇനി നമുക്ക് തേങ്ങയും കാഷ്യൂനട്ടും അതുപോലുള്ള ഇതെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. നെയ്യ് ചൂടായി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങ ചെറിയ ബ്രൗൺ കളറിൽ വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരിങ്ങ ചേർക്കാം. വറവോടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറി സദ്യയിലെ രാജാവ് അടപ്രഥമൻ വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.